ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലൂടെ ഏവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂക്ക നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. അത് OTT റിലീസായിട്ടുണ്ട്. 2 ദിവസം മുമ്പേ റിലീസായതാണ്. അപ്പം OTTയിൽ ഈ ചിത്രം ഹിറ്റാണ് എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു OTT മൂവിയാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്കയുണ്ട്, ഗോകുൽ സുരേഷ് ഉണ്ട്, സുഷ്മിത ഭട്ട്, സിദ്ദീഖ്, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ താരങ്ങളുള്ള ഒരു ചിത്രമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൗതം വാസുദേവ് മേനോന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പുള്ളിക്ക് തമിഴിൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ റിലീസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുൾപ്പെട്ട ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ ചിത്രം OTTക്ക് വേണ്ടി പുള്ളി എഴുതി വെച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ സംശയം മാത്രമാണ്, എൻ്റെ മാത്രം. അപ്പോൾ മമ്മൂക്ക ഈ ചിത്രത്തിലോട്ട് എത്തിയതിന് ശേഷം എന്നാൽ അത് തിയേറ്ററിലൂടെ റിലീസ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ചിത്രം OTTക്ക് പറ്റിയ എല്ലാ ചേരുവകളുമുള്ള ഒരു ചിത്രമാണ്. അതെന്താണ് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ത്രില്ലർ അല്ലെങ്കിൽ കോമഡി ത്രില്ലർ അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ അതേപോലെ നല്ല പടങ്ങൾ അല്ലെങ്കിൽ മാസ് പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതും OTTയിലെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മൾ TV-യിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസങ്ങളും വളരെയുണ്ട്. കാരണം തിയേറ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സീൻ ബൈ സീൻ നമ്മൾ ആ സിനിമയിൽ തന്നെയായിരിക്കും. നമ്മൾ ആ സിനിമയിൽ കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ ലാഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോറടിക്കും. അതേപോലെ നല്ല ത്രില്ലിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. അതേപോലെ ട്വിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഈ ത്രില്ലർ മൂവി ആയ സ്ഥിതിക്ക് ഇതിന് നമ്മൾ ആ ചിത്രത്തിന്റെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കും. നമ്മൾ അന്വേഷണത്തിലോട്ട് നമ്മളും പോകും. നമ്മൾ തന്നെ വില്ലന്മാരെ ഇന്നതാന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ സിനിമയിൽ തന്നെ അങ്ങ് പോകും. ത്രില്ലർ മൂവി ആണെങ്കിൽ ഈ ത്രില്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ആ സിനിമ നമുക്ക് ബോറടിക്കും. ആ സിനിമ തിയേറ്ററിൽ വൻ പരാജയമായി തീരുകയും ചെയ്യും. ത്രില്ലർ മൂവി എന്നല്ല, ഏത് സിനിമയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ ഭയങ്കര സിനിമകൾ നമ്മൾ ആ ചിത്രത്തിന്റെ കൂടെ തന്നെ തിയേറ്ററിൽ സഞ്ചരിക്കും. അപ്പം നമുക്ക് വേണ്ടതെല്ലാം ആ തിയേറ്ററിൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് സിനിമ നമുക്ക് തിയേറ്ററിൽ വിജയമാകുന്നത്. ഈ സിനിമ എന്തുകൊണ്ട് OTTയിൽ വിജയിച്ചു, തിയേറ്റർ വെറും പൊളിയല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് എനിക്ക് ഉത്തരവുണ്ട്. OTTയിൽ വിജയിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സിനിമയിൽ ട്വിസ്റ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ത്രില്ലർ, വലിയ രീതിയിൽ ത്രില്ലർ ഇല്ലെങ്കിലും ചെറിയ ത്രില്ലറൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് OTT നമുക്കത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മുടെ അടുത്തോട്ട് വന്നു, നമ്മളൊന്ന് ആ സിനിമയിൽ നിന്ന് മാറി അവരോട് സംസാരിച്ചു എന്ന് വിചാരിച്ച് നമുക്കൊന്നും ആ സിനിമയിൽ നിന്ന് നഷ്ടപ്പെടാനില്ല. നമ്മുടെ മറ്റുള്ളവർ അല്ലെങ്കിൽ പട്ടി കുരച്ചു, കോഴി കൂവിന്നോ അല്ലെങ്കിൽ വേറെ എന്ത് കേട്ടെന്ന് വിചാരിച്ചോ നമുക്ക് ആ സിനിമയിൽ നമ്മൾ ലയിച്ചിരിക്കുകയല്ല. നമുക്ക് അതിൽ നിന്നും ഫ്രീഡം ഉണ്ട്. നമുക്കത് മാറി ചിന്തിക്കാനുള്ള നമുക്ക് സമയം നമുക്ക് വേറെ എന്തെങ്കിലും അതിനിടയ്ക്ക് ചെയ്താലും ആ സിനിമയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമുക്ക് വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ സിനിമയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇടയ്ക്ക് നമ്മൾ വേറെ കാര്യങ്ങളിലോട്ട് പോയാലും അല്ലെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ സിനിമയിൽ നിന്ന് വഴുതി പോയാലും നമുക്ക് ആ സിനിമയുടെ ഫീല് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് എന്താണോ അവസാനം വരെ നമുക്ക് അറിയേണ്ടത്, അത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടത്. അപ്പൊ അവസാനമാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ നമ്മളെ ആ സിനിമയിലോട്ട് തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് OTTയിൽ ഈ പടം വിജയിക്കാനും നമുക്ക് ഇഷ്ടപ്പെടാനും കാരണം. തിയേറ്ററിൽ നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ അവിടെ കൊച്ചുകുട്ടി വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയാനോ അല്ലെങ്കിൽ വേറൊരു ഇതിനോ നമുക്ക് പോകാൻ സമയമില്ല. നമ്മൾ ആ സിനിമയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൂവികളൊക്കെ നമുക്ക് തിയേറ്ററിൽ വൻ പരാജയമായി തീരുന്നത്. അപ്പൊ ഇനിയുള്ളവർ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പോൾ ആളുകൾക്ക് ഒരു നിമിഷം പോലും ത്രില്ലിംഗ് പോവാതെ സിനിമയിൽ നിന്നും മാറി ചിന്തിക്കാതെ അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുക. അല്ലാത്ത ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ നേരെ OTTക്കാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ പടങ്ങളൊക്കെ നല്ല വിജയമായി മാറുകയും ചെയ്യും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. OTTയിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി ചിത്രം കാണുക, രസമുണ്ട്. നമുക്ക് ആ സിനിമ കണ്ടിരിക്കാൻ സുഖമായിട്ട് കണ്ടിരിക്കാൻ നല്ല, എനിക്ക് ഒരു മോശമില്ലാത്ത സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും പറയുക.
പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. ബൈ.